ഇപ്പൊ കുടുംബസ്ഥനായി. ഇനിയൊരു ലോണും കൂടി എടുത്താ കംപ്ലീറ്റ് ഫാമിലി മാൻ. പണ്ടേ ഒരുപാട് ലോണൊക്കെ ഉള്ളൊരു ലോൺലി മാൻ ആണ്. ഫാമിലി ഇല്ലെന്നേ ഉള്ളൂ. ചേട്ടാ, ഇവിടെ രാത്രി ആരെങ്കിലും താമസിക്കുന്നുണ്ടാ? ലൈറ്റ് ഒക്കെ കണ്ടായിരുന്നല്ലോ. അതീ താഴത്തെ ചേർത്തിയുടെ വെല്ലുമിച്ചിയാ. ഇവിടെ കിടന്ന് ചാവണമെന്ന് വലിയ ആഗ്രഹം. ആയില്ല നക്ഷത്രക്കാരിയാ. ആളുടെ കണ്ണി പെട്ട് കഴിഞ്ഞാൽ അയൽക്കാർക്ക് കേടാ. എന്ന് വെച്ചാ മരണം, മാനഹാനി, പിന്നെ അടികൊണ്ട് ഷേപ്പ് മാറിച്ചാവുക. ശ്രദ്ധിക്കണേ. കണ്ടോ, കുറിസി കാണാതിരിക്കുക. നീ എന്താ ഹോട്ടലിൽ നിന്ന് കഴിക്കാതെ ചോറ് മേടിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നോ? ദാ ഇതൊരു ലക്ഷം കഴിച്ചു നോക്കി. കൊള്ളാലോ. ഇതേത് ഹോട്ടലിൽ നിന്നാ? ഹോം മെയ്ഡാ. എന്നാ പിന്നെ എനിക്കൂടെ ഒരെണ്ണം മേടിക്കാൻ മേലായിരുന്നോ? അതിന് എല്ലാവർക്കും കിട്ടത്തൊന്നുമില്ല. എന്നാണെങ്കിലും നല്ല കൈപ്പുണ്യമുള്ള ആരോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മീൻകറി വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. എവിടെയോ എനിക്ക് ഒരുപാട് പരിചയമുള്ള രുചിയായിട്ട് തോന്നി. ചുരിദാറുകൾ കണ്ടിട്ട് ആൾക്കധികം പ്രായമില്ലാന്ന് തോന്നണു. തടി ഒരു പാകത്തിനേ ഉള്ളൂ. ഇനിയിപ്പോ തടി കൂടിയാലെന്താ? അത് ശരി, തുണിയുടെ അടിയില്. അപ്പൊ ഇതാണല്ലേ ടെക്നിക്ക്. വൃത്തികേട് കാണിക്കരുത്. കാക്ക. അതോ? ആ അല്ലല്ല, കാക്ക കൊത്തി തറയിലിട്ടു. മുങ്ങാ പിള്ളേര് മുങ്ങിയെടുത്തു. നീ എന്നെ കൊടുത്ത് പറയിപ്പിക്കരുത്. കൂടുതലൊന്നും പറയരുത്. ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. തെറി കൊണ്ട് അഭിഷേകം ചെയ്യരുത്. അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. അയ്യോ, മനുഷ്യനെ നാണം കെടുത്താൻ. വേറെ ഒരു തുണി തൊട്ടാലും ഇത്രയും പ്രശ്നമില്ല. അവിടെ കിടക്ക. എന്റെ അമ്മേ. ചേട്ടത്തി, എന്താ ഇത്? കുറച്ച് കൊടംപുളിയാ. രതീഷ് നാട്ടിൽ നിന്നുണ്ടോ? കാശ് വാടകയെന്ന് കുറയ്ക്കോ? ഷേ, എന്തോ ചേട്ടത്തി പറയുന്നേ? അല്ല, ഇതുപോലുള്ള അബദ്ധമൊന്നും നീ മുമ്പ് ചെയ്തിട്ടില്ല. അതാ. അവിടെ ഞാൻ എടുത്തോളാം. ചേട്ടത്തി പിടിച്ചേ. സംഭവം ഗ്യാസ് ആണെങ്കിലും ഒടുക്കത്തെ വെയിറ്റ് ആണ് എടുത്തി. മനുഷ്യപ്പറ്റുള്ള ഇനാണോ? മിണ്ടാനും പറയാനൊക്കെ പറ്റുമോ എടുത്തി? ആര്? മറ്റേ കൊച്ച് കൊച്ച്. കൊടംപുളി ഇട്ട് മീൻ വെച്ച ബെസ്റ്റാ. ആരും വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നേ. ഞാനിപ്പോ അതുകൊണ്ട് കാശൊന്നും മുറിയിൽ വെക്കില്ല. റിസ്കാ. റിസ്ക് കുറച്ച് വാങ്ങണം. നാളെ വാങ്ങാം. മോളുടെ പ്രായത്തിലുള്ള കുട്ടീനെ തന്നെ കൂട്ടിയിട്ട് നന്നായില്ല എടുത്തി. മോളിന് സെപ്പറേറ്റ് മീറ്റർ വെക്കണം. ഓ, ബില്ല് ഭയങ്കരമായിട്ടൊന്ന് കൂടി. കാണാൻ കൊള്ളാവുന്നതും അവിവാഹിതയുമായി ചെറുപ്പക്കാരി ഒറ്റയ്ക്ക് താമസിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പുറത്ത് ഞാനായതുകൊണ്ട് പിന്നെ കാണാൻ കൊള്ളുന്ന കൊച്ചി ഹാർബറിലെ മീനാ നല്ലത്. വിലയും കുറവാ. എന്നാ കുറച്ച് വാങ്ങി അങ്ങോട്ട് പുഴുങ്ങി തിന്ന്. ഡാ, നീ ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് പോടാ. തന്നെ അങ്ങോട്ട് ഫിറ്റ് ചെയ്യാ മതി. പിന്നെ തിരുവനന്തപുരത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട്ടെ ഉത്തരം പറയും. എന്നിട്ട് കൊച്ചിന് മീനും തിന്നണം. ഒറ്റയ്ക്ക് 1.5 കിലോ മീൻ പപ്പ പുഴ കളാണ്ടിരുന്ന് തിന്നണ ആളാ. എന്നിട്ടും ആർത്തി ഈ കൊച്ചിൻ ഹാർബർ കണ്ടുപിടിച്ചവനെ കപ്പലേറ്റി കൊല്ലണം. വൃത്തിയായിട്ടവൻ.